സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വൈറലാക്കാൻ പറ്റിയ കണ്ടന്റ് കിട്ടാതെ വിഷമിക്കുന്ന ഒരു തരുണിമാണിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പിന്നെ ഞാനൊരു റീൽ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. കുറേ നേരമായിട്ടൊരു കണ്ടന്റ് ഇങ്ങനെ ആലോചിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എത്ര പെട്ടെന്നാലേ സമയം പോകുന്നത്. എനിക്ക് തോന്നണതേ, അതായത് നമ്മളെ ഭൂമി ഒരു വട്ടം സ്വന്തമായിട്ട് കറങ്ങുന്നത് ആണല്ലോ ഒരു ദിവസം, അതായത് 24 മണിക്കൂർ. 24 മണിക്കൂർ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഭൂമി സ്വന്തമായിട്ട് കറങ്ങുന്ന ആ ഒരു വീഡിയോ നമുക്കത് കാണാം. റീൽ എടുക്കാൻ വേണ്ടി നമ്മളെ ഭൂലോക തോൽവി ആ ബസ്സിൻ്റെ അകത്ത് കിടന്നിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തോ ഒരു കഷ്ടപ്പാടാണ് നോക്കണേ. അങ്ങനെ ഒരു വട്ടം ഭൂമി ഇങ്ങനെ കറങ്ങി കറങ്ങി മൊത്തം സൂര്യനെ ചുറ്റുന്നതാണല്ലോ ഒരു വർഷം. ഇപ്പൊ ഭയങ്കര സ്പീഡിലാണ് കറങ്ങുന്നത് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 24 മണിക്കൂർ പെട്ടെന്ന് ഓടുക. അതുകൊണ്ടാണ് പണ്ടത്തേനേക്കാൾ കൂടുതൽ ഇപ്പോൾ എത്ര പെട്ടെന്ന് സമയം പോകുന്നേ എന്ന് തോന്നുന്നു. ആ കറക്ക കാരണം സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവൻ വരെ പോയി. ഭൂലോക തോൽവിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടെ നമുക്ക് കേൾക്കാം. ഇതുപോലെ ആൾക്കാരെ ജീവൻ പോകുന്നതിനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കണ്ട് വേറൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു നിരപരാധിന്റെ ജീവൻ എടുത്ത് വേറെ കുറെ നിരപരാധികളെ കരയിപ്പിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ. അതൊക്കെ കാണേണ്ടി വരുന്ന ഞങ്ങളെ ഗതികേടിക്കൊന്ന് ആലോചിച്ച് കൂട്ടിയ. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് വേദന മാത്രമല്ലേ തരുന്നുള്ളൂ. ഇതൊക്കെ ആ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതൊന്ന് ആലോചിച്ചില്ലെങ്കിൽ യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല. അത് സത്യവും കരുണയും നീതിയും ഒക്കെയാണ്. ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാം. ആ മനുഷ്യനൊരു ജീവിതമുണ്ട്, ആ മനുഷ്യനൊരു കുടുംബമുണ്ട്, നമ്മളെപ്പോലൊക്കെ തന്നെയുള്ള ഒരു സഹജീവിയാണ് എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വലിയ പ്രയാസത്തിലേക്ക് എത്തിപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ്. അത് ഇനിയെങ്കിലും കുട്ടി മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പെൺകുട്ടിനെ 100% കുറ്റപ്പെടുത്താനും കടന്ന് ആക്രമിക്കുന്ന സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ കൂടാനൊന്നും എനിക്ക് തൽക്കാലം താല്പര്യമില്ല. ഇവിടെ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ്? ഏതെങ്കിലും ഒരു വ്യക്തിനെ ആക്രമിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് സൈബർ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അയാൾക്കെതിരെ കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അഴിഞ്ഞാടുന്ന ഒരു വിഭാഗം, കമന്റ് തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. പക്ഷേ അവർക്ക് മുഖല്ല. പിന്നെ കുറച്ച് ആളുകൾ പറയും വീഡിയോ എടുത്ത് വൈറലാക്കുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അതേസമയത്ത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പലപ്പോഴും സാധാരണക്കാർക്ക് നീതി നേടിക്കൊടുക്കുന്നതിൽ വലിയ പരാജയം തന്നെയാണ്. സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ഒരു FIR ഒക്കെ ഇട്ട് കിട്ടാൻ. വ്യാജ പീഡന പരാതികളായി കഴിഞ്ഞാലും കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള വ്യാജ വീഡിയോകളായി കഴിഞ്ഞാലും ഇത്തരത്തിൽ പുരുഷന്മാർ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സ്ത്രീയായാലും പുരുഷനായാലും ഇരയാക്കപ്പെടുന്നത് ആരായി കഴിഞ്ഞാലും നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്കെതിരെ വേണം നമ്മളൊക്കെ പ്രതികരിക്കാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിനെ സൈബർ ആക്രമണം ചെയ്തിട്ട് വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാതാക്കിയിട്ട് ഇനിയിപ്പോൾ ആ ഒരു ബസ് കയറിയിട്ടുള്ള ആ ഒരു മനുഷ്യനെ പോലെ തന്നെ ആ വീഡിയോ എടുത്ത ആ പെൺകുട്ടിയെയും ആത്മഹത്യയിലേക്ക് തള്ളിയിടുക എന്നുള്ളതല്ല. അതുപോലുള്ള അവസ്ഥകൾ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവാതിരിക്കാനുള്ള പ്രതികരണങ്ങളായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.